നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് ഒരു DFA മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിരുന്ന മെത്തേഡിൻ്റെ പേര് പാർട്ടീഷനിങ് മെത്തേഡ് ആയിരുന്നു. ഇന്ന് വേറൊരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ ഒരു DFA കാണുന്നുണ്ടാവും. ഈ DFAയെ നമുക്ക് മിനിമൈസ് ചെയ്യണം യൂസിങ് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. ഈ ടേബിൾ ഫില്ലിംഗ് മെത്തേഡിനെ തന്നെയാണ് നമ്മൾ മൈഹിൽ-നിറോഡ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടാകും, ഒന്നുകിൽ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ മൈഹിൽ-നിറോഡ് തിയറം യൂസ് ചെയ്ത് ഒരു DFA മിനിമൈസ് ചെയ്യുക എന്നാവും ക്വസ്റ്റ്യൻ. രണ്ടാണെങ്കിലും ഈ ഒരേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു DFA തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടേബിൾ ഫില്ലിംഗ് തിയറം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. 4 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഡ്രോ എ ടേബിൾ ഫോർ ആൾ പെയർസ് ഓഫ് സ്റ്റേറ്റ്സ് PQ. അതായത് ഇവിടെ ABCDEF എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും സ്റ്റേറ്റ്സ് ആണുള്ളത്. സോ നമുക്ക് വരയ്ക്കേണ്ട ടേബിൾ AB, AC, AD, AE, AF അത്രയും എൻട്രീസ് വരുന്ന ഒരു ടേബിൾ. അങ്ങനെയുള്ള എല്ലാ പെയർസും നമുക്ക് കിട്ടണം, എല്ലാ കോമ്പിനേഷൻസും. ദെൻ മാർക്ക് ആൾ പെയർസ് വേർ P belongs to F and Q doesn't belongs to F. F മീൻസ് ഫൈനൽ സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇതിലെ F അല്ല കേട്ടോ, ഫൈനൽ സ്റ്റേറ്റ് എന്നാണ് Fന്റെ മീനിങ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഒന്ന്, ഇപ്പോൾ കുറേ സ്റ്റേറ്റിന്റെ കോമ്പിനേഷൻ കിട്ടുമല്ലോ, കുറേ പെയേഴ്സ്. അതിൽ ഒരു സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റും ആവണം, മറ്റേത് നോൺ ഫൈനൽ സ്റ്റേറ്റും ആവണം. അങ്ങനെയുള്ള പെയേഴ്സ് മാത്രം മാർക്ക് ചെയ്യുക. രണ്ട് ഫൈനൽ സ്റ്റേറ്റ് ആയാലും രണ്ട് നോൺ ഫൈനൽ സ്റ്റേറ്റ് ആയാലും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഫൈനൽ സ്റ്റേറ്റും മറ്റത് നോൺ ഫൈനൽ സ്റ്റേറ്റും ആയാൽ മാത്രമേ നമുക്ക് ആ ടേബിൾ ഫില്ലിംഗ് മെത്തേഡിലെ ആ ഒരു പെർട്ടിക്കുലർ സെല്ല് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ തോന്നും, നമുക്ക് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ക്ലിയർ ആവും. Third step is, if there is any unmarked pairs PQ such that transition P on X and transition Q on X is marked, then mark PQ. Where X is an input symbol. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്നുള്ളൊരു പെർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിൾ നമ്മൾ അൺമാർക്ക്ഡ് ആയിട്ടുള്ള സെൽസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പെയർ കിട്ടുമല്ലോ, ആ ഒരു പെയറിൽ എക്സ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതായത് ട്രാൻസിഷൻ നോക്കുക. ആ ട്രാൻസിഷൻ നോക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് കിട്ടും. രണ്ടെണ്ണമുള്ളൊരു സ്റ്റേറ്റ്സിൻ്റെ ഒരു സെറ്റ് കിട്ടും. അത് നമ്മൾ ഓൾറെഡി മാർക്ക്ഡ് ആണോ എന്ന് നോക്കുക. ഓൾറെഡി അത് മാർക്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ അൺമാർക്ക്ഡ് സെല്ലും മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യണം. എപ്പോൾ നമുക്ക് ഇനി ഫർദർ മാർക്കിങ്സ് ഏതും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടേബിളിൽ ഇനി ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ വരുന്നത് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അടുത്ത് പറയുന്നത്, റിപ്പീറ്റ് ദിസ് അൻറ്റിൽ നോ മോർ മാർക്കിങ്സ് ക്യാൻ ബി മെയ്ഡ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാം മാർക്കിങ് കഴിഞ്ഞു. കമ്പൈൻ ആൾ ദ അൺമാർക്ക്ഡ് പെയർസ് ആൻഡ് മേക്ക് ദം എ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ദ മിനിമൈസ്ഡ് DFA. എല്ലാ അൺമാർക്ക്ഡ് സ്റ്റേറ്റ്സും കമ്പൈൻ ചെയ്തിട്ട് അതൊരു സിംഗിൾ സ്റ്റേറ്റ് ആക്കി മാറ്റുക. ദെൻ DFA വരയ്ക്കുക. നമ്മൾ ഇങ്ങനെ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ എ ടേബിൾ ഫോർ ആൾ പെയർസ് ഓഫ് സ്റ്റേറ്റ് PQ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടേബിൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ടേബിൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് 6 സ്റ്റേറ്റ്സ് ആണുള്ളത്. സോ ആദ്യം നമ്മൾ 6 കോളവും 6 റോയും ഉള്ള ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ ABCDEF എന്നുള്ള കോളംസും ഉണ്ട്, ABCDEF എന്നുള്ള റോസും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ കുറേ പെയേഴ്സ് കിട്ടും. അപ്പോൾ ഇതിനൊരു പ്രോബ്ലം എന്താ വരികയെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പെയറും നിങ്ങൾ നോക്കിയാൽ കാണാം 2 തവണ റിപ്പീറ്റേഷൻ വരും. ഒരു തവണയേ വേണ്ടുള്ളൂ ഓരോ സെല്ലും. പക്ഷെ ഇവിടെ ആദ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം AB എന്നുള്ളൊരു സെറ്റ് എടുത്താൽ AB എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റോയില് രണ്ടാമത്തെ സെല്ല് അത് AB ആണ്. ആൻഡ് സെക്കൻഡ് റോയില് ഫസ്റ്റത്തെ സെല്ല് അതും AB തന്നെയല്ലേ. അപ്പം അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഒരു തവണ ഇതെല്ലാം വരാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ CD എടുത്താലും അത് തന്നെ ഉണ്ടാവുക. ഇത് CD ആണ് ആൻഡ് അടുത്ത റോയിൽ ഒരു CD ഉണ്ട്, അതും CD തന്നെയല്ലേ വായിക്കാം. സോ അങ്ങനെ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ടേബിളിനെ ഡയഗണലി അങ്ങ് കട്ട് ചെയ്യും. പിന്നെ ABBCCDDEEFF അങ്ങനത്തെ സ്റ്റേറ്റ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഡയഗണലി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് റിമൂവ് ആയി പോകും. ബാക്കിയുള്ള സെല്ലിൻ്റെ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഒരു തവണയല്ലേ നോക്കണ്ടുള്ളൂ, 2 പെയേഴ്സിൻ്റെയും നോക്കേണ്ട കാര്യമില്ല. സോ ഡയഗണലി കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും സെല്ലുകളാണ് ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ഇതിന് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. മാർക്ക് ആൾ പെയർസ് വേർ P belongs to F and Q doesn't belongs to F. അപ്പോൾ ഓരോ കോമ്പിനേഷൻസ് നോക്കാം. ആദ്യം നമ്മളുടെ AB എന്നുള്ള സെല്ലാണ്.
എ ബി എന്നുള്ള സെല്ലിൽ എന്താ, എ നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്, ബി നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം രണ്ടും നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ദെൻ നമ്മുടെ എ സി അല്ലെങ്കിൽ സി എ, അത് നോക്കിയാൽ എ നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്, സി ഫൈനൽ സ്റ്റേറ്റ് ആണ്. നമ്മുടെ കണ്ടീഷൻ അതല്ലേ, ഒന്ന് ഫൈനൽ സ്റ്റേറ്റ് ഒന്ന് നോൺ ഫൈനൽ സ്റ്റേറ്റും. സോ അത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് സി ബി. അപ്പോൾ എഗെയിൻ സി ഫൈനൽ സ്റ്റേറ്റ് ആണ്, ബി നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് ആ സെല്ല് മാർക്ക് ചെയ്യാൻ പറ്റും, അത് മാർക്ക് ചെയ്തു. ഇനി അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഏതാണ്? എ ഡി അല്ലെങ്കിൽ ഡി എ. അതെന്താണ്? എ എന്നുള്ളത് നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഡി എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ അത് നമുക്ക് മാർക്ക് ചെയ്യാലോ, മാർക്ക് ചെയ്തു. ഇനി അടുത്ത ഡി ബി ആണ്. സെയിം കണ്ടീഷൻ, ഡി ഫൈനൽ സ്റ്റേറ്റ് ആണ്, ബി നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ നമ്മൾ അതും മാർക്ക് ചെയ്തു. ഇനി ഡി സി വരുമ്പോൾ എന്താ, ഡിയും സിയും ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. രണ്ടും രണ്ട് സർക്കിൾ ഉണ്ട്. സോ രണ്ടും ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് ഇ എ ആണ്. ഇ എ നോക്കുമ്പോൾ ഇ ഫൈനൽ സ്റ്റേറ്റ് ആണ്, എ നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനിയുള്ളത് ഇ ബി. സെയിം കണ്ടീഷൻ, ഇ ഈസ് എ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ബി ഈസ് എ നോൺ ഫൈനൽ സ്റ്റേറ്റ്. സോ വി ആർ മാർക്കിംഗ് ദാറ്റ് സെൽ. ഇനിയുള്ളത് ഇ സി ആണ്. രണ്ടും ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ അത് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് ഇ ഡി ആണ്. ഇ ഡിയിൽ ഇയും ഡിയും ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ അതും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് എഫ് എ. എഫ് എ, എഫും എയും നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ ആ സെല്ല് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ വരുന്നത് എഫ് ബി ആണ്. എഫ് ബി, എഫും ബിയും നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ ആ സെല്ലും മാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് എഫ് സി. എഫും സിയും എങ്ങനെയാണ് വരുന്നത്? സി ഫൈനൽ സ്റ്റേറ്റ് ആണ്, എഫ് നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ അത് മാർക്ക് ചെയ്തു. പിന്നുള്ളത് എഫ് ഡി ആണ്. എഫ് നോൺ ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഡി ഫൈനൽ സ്റ്റേറ്റ് ആണ്. ആ സെല്ല് മാർക്ക് ചെയ്തു. പിന്നുള്ളത് എഫ് ഇ. ഇതേപോലെ തന്നെ എഫ് ഇയും മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫൈനൽ സ്റ്റേറ്റും ഒന്ന് നോൺ ഫൈനൽ സ്റ്റേറ്റും ആണ്. അപ്പോൾ അതും മാർക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് ടോട്ടലി 1 2 3 4 5 6 6 സെല്ല് നമ്മളുടെ അൺമാർക്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ 6 സെല്ലല്ലേ ഉള്ളത്, അപ്പൊ 6 എണ്ണത്തിന്റെ ട്രാൻസിഷൻ ഓൺ 1 ആൻഡ് 0. നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് 1ഉം 0ഉം ആണ്. അപ്പോൾ ഓരോന്നിന്റെയും ഈ 6 സെല്ലിന്റെയും 1ഉം 0ഉം വെച്ചിട്ടുള്ള ട്രാൻസിഷൻ നോക്കുക. എന്നിട്ട് കിട്ടുന്ന പെയേഴ്സ് മാർക്ക്ഡ് ആണോ നോക്കുക. മാർക്ക്ഡ് ആണെങ്കിൽ മാത്രം അൺമാർക്ക്ഡ് ആയിട്ടുള്ള സെല്ല് മാർക്ക് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എ ബി ആണ്. എ ബി എന്നുള്ള സെല്ലിന്റെ ട്രാൻസിഷൻ നോക്കുകയാണ്. അത് 0യിലും 1ലും നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും നോക്കണം. ഫസ്റ്റ് നമ്മൾ എ ബിയുടെ ചെയ്യുകയാണ്. അപ്പോൾ എ ബി അല്ലെങ്കിൽ ബി എ രണ്ടാണെങ്കിലും കുഴപ്പമില്ല. എ ബി എന്ന് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ട്രാൻസിഷൻ ഓഫ് ബി ഓൺ 0 ആൻഡ് ട്രാൻസിഷൻ ഓൺ എ ഓൺ 0. അപ്പോൾ രണ്ടെണ്ണം ആദ്യം എഴുതുക. B on 0 and transition of A on 0. അപ്പോൾ ബിക്ക് 0 കൊടുത്താൽ എ ആണ്, എക്ക് 0 കൊടുത്താൽ ബി ആണ്. അപ്പോൾ അത് എഴുതാം. എ ബി മാർക്ക്ഡ് ആണോ നോക്കുക കേട്ടോ. ഇനി എ ബി അല്ലേ വന്നത്, എ ബി മാർക്ക്ഡ് ആണോ? അല്ല. സോ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഇൻപുട്ട് സിമ്പിളും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ബിക്കും എക്കും 1 എന്നുള്ള ഇൻപുട്ട് സിമ്പിൾ കൊടുത്ത് നോക്കാം. അപ്പോൾ ബി ഓൺ 1 ആൻഡ് എ ഓൺ 1. ട്രാൻസിഷൻ ഓഫ് ബി ഓൺ 1 ആൻഡ് എ ഓൺ 1. അത് കൊടുത്ത് നോക്കാം. അപ്പോൾ ബിക്ക് 1 കൊടുത്താൽ ഡി ആണ്, എക്ക് 1 കൊടുത്താൽ സി ആണ്. അത് മാർക്ക്ഡ് ആണോ? ഡി സി മാർക്ക്ഡ് ആണോ? അല്ല. സോ നമുക്ക് ഇതും മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബി എ എന്നുള്ള സെല്ല് അല്ലെങ്കിൽ എ ബി എന്നുള്ള സെല്ല് മാർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടും അൺമാർക്ക്ഡ് അല്ലേ കിട്ടിയത്. ഇനി അടുത്തത് നോക്കേണ്ടത് ഡി സി ആണ്. സെയിം സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ ഡി സിയുടെ എഴുതാം. ഡി സി വരുമ്പോൾ ഡിക്ക് 0 വരുമ്പോൾ എന്താണ്, സിക്ക് 0 വരുമ്പോൾ എന്താണെന്ന് ആദ്യം എഴുതുക. ദെൻ ഡിക്ക് 1 വരുമ്പോൾ എന്താണ്, സിക്ക് 1 വരുമ്പോൾ എന്താണെന്ന് എഴുതുക. ഡിക്ക് 0 വരുമ്പോൾ ഇ ആണ്, സിക്ക് 0 വരുമ്പോഴും ഇ ആണ് വരിക. ഇനി രണ്ടിനും 1 വന്നാൽ എന്താന്ന് നോക്കാം.
ഇപ്പോൾ ഡിക്ക് 1 വന്നാൽ എന്താണ്, സിക്ക് 1 വന്നാൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസിഷൻ ഓഫ് ഡി ഓൺ 1 ആൻഡ് സി ഓൺ 1. ട്രാൻസിഷൻ ഓഫ് സി ഓൺ 1. അപ്പോൾ ഡിക്ക് 1 വന്ന എഫ് ആണ് ആൻഡ് സിക്ക് 1 വന്നാൽ എഫ് ആണ്. അപ്പോൾ അത് രണ്ടും എടുത്ത് എഴുതാം. അപ്പോൾ നമ്മുടെ 2 സെറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി 4 എണ്ണം ഉണ്ട്. അപ്പോൾ അടുത്ത സെല്ല് ഏതാണ്? EC ആണ്. അപ്പോൾ ഇനി EC എന്നുള്ള സെല്ല് നോക്കാം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. EC, transition of E on 0 and transition of C on 0. അപ്പോൾ ഇക്ക് 0 കൊടുത്താൽ ഇ തന്നെയാണ്, സിക്ക് 0 കൊടുത്താലും ഇ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സെല്ലും ഇല്ല, അത് മാർക്ക്ഡും അല്ല. അതിൻ്റെ അടുത്തത് ഇക്ക് 1 കൊടുത്താൽ എന്താ നോക്കുക, സിക്ക് 1 കൊടുത്താൽ എന്താ നോക്കുക. ഇക്ക് 1 കൊടുത്താൽ എങ്ങോട്ടേക്ക് എഫ് ആണ്, ഇനി സിക്ക് 1 കൊടുത്താലും എഫ് ആണ്. ഒരേ സ്റ്റേറ്റ് ആണല്ലോ, അതും മാർക്ക്ഡ് അല്ല. അപ്പോൾ അതും മാർക്ക് ചെയ്തില്ല. ഇനി അടുത്ത സെല്ല് നോക്കാം, ഇ ഡി എന്നുള്ള സെല്ല് നോക്കുകയാണ്. ഇപ്പം എന്താ വരാ, ഇ ഡി വരുമ്പോൾ ട്രാൻസിഷൻ ഓഫ് ഇ ഓൺ 0 ആൻഡ് ട്രാൻസിഷൻ ഓഫ് ഡി ഓൺ 0. അപ്പോൾ ഇക്ക് 0 കൊടുത്താൽ നമ്മൾ നേരത്തെ എഴുതിയത് നോക്കിയാൽ തന്നെ കിട്ടും. ഇക്ക് 0 കൊടുത്താൽ ഇ ആണ്, ഡിക്ക് 0 കൊടുത്താലും ഇ ആണ്. അതേപോലെ ട്രാൻസിഷൻ ഓഫ് ഇ ഓൺ 1 ആൻഡ് ഡി ഓൺ 1. ഇക്ക് 1 കൊടുത്താൽ എന്താണ്, ഇക്കും ഡിക്കും 1 എന്ന് കൊടുത്താൽ എഫ് തന്നെയാണ്. നമ്മൾ മുകളിൽ എഴുതിയ ട്രാൻസിഷൻ നോക്കിയാൽ തന്നെ കിട്ടും, ഫിഗർ നോക്കണമെന്നില്ല. രണ്ടും എഫ് തന്നെയാണ് വരിക. സോ അതും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത സെല്ല് നോക്കുക. ഇനി 2 സെല്ലും കൂടി ഉണ്ട് നമുക്ക്. എഫിന്റെ റോളിലുള്ള സെല്ലും കൂടി ഉണ്ട്. അപ്പോൾ എഫ് എ ആദ്യം. എഫ് എ എന്ന് വരുമ്പോൾ എന്താ, ട്രാൻസിഷൻ ഓഫ് എഫ് ഓൺ 0 ആൻഡ് എ ഓൺ 0. അത് ആദ്യം കണ്ടുപിടിക്കാം. ട്രാൻസിഷൻ ഓഫ് എഫ് ഓൺ 0 ആൻഡ് ട്രാൻസിഷൻ ഓഫ് എ ഓൺ 0. എഫിന് 0 കൊടുത്താൽ എങ്ങോട്ടേക്കാ, എഫിൽ തന്നെയാണ്. എക്ക് 0 കൊടുത്താൽ എങ്ങോട്ടാണ്, ബി ആണ്. എഫ് ബി എന്നുള്ള സെല്ല് മാർക്ക്ഡ് ആണോ, അല്ല. സോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി 1 വെച്ചിട്ടുള്ളതും കൂടെ നോക്കാം. അപ്പോൾ എഫിന് 1 കൊടുത്താൽ എന്താണ്, ബി മാർക്ക്ഡ് അല്ല, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എഫിന് 1 കൊടുത്താൽ എന്താണെന്ന് നോക്കാം. പിന്നെ എക്ക് 1 കൊടുത്താൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ എഫിന് 1 കൊടുത്താൽ എഫ് തന്നെയാണ്, എക്ക് 1 കൊടുത്താൽ സി ആണ്. അപ്പോൾ എഫ് സി എന്നുള്ള ഒരു പെയറല്ലേ നമുക്ക് കിട്ടുക. എഫ് സി നമ്മുടെ ടേബിളിൽ മാർക്ക്ഡ് ആണോ, എഫ് സി എന്നുള്ളത് നമ്മുടെ ടേബിളിൽ മാർക്ക്ഡ് ആണ്. സോ ഒരു മാർക്ക്ഡ് കിട്ടിയില്ലേ, അതുകൊണ്ട് അത് മതി. അപ്പോൾ ഒന്ന് മാർക്ക്ഡ് ആവുമ്പോൾ നമുക്ക് എഫ് എ മാർക്ക് ചെയ്യാൻ പറ്റും. എഫ് എയിൽ അപ്പോൾ ടിക്ക് ഇടാം. ഓക്കെ, അപ്പൊ അത് മാർക്ക്ഡ് ആയി. ഇനിയുള്ളത് എഫ് ബി ആണ്. എഫ് ബിയിൽ ഇതുപോലെ ചെയ്യാം. എഫ് ബി വരുമ്പോൾ ട്രാൻസിഷൻ ഓഫ് എഫ് ഓൺ 0 ആൻഡ് ദെൻ ട്രാൻസിഷൻ ഓഫ് ബി ഓൺ 0. ഇത് ഓരോ സെല്ലിൻ്റെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എഫ് ഓൺ 0 കൊടുക്കുമ്പോൾ എഫ് തന്നെ വരും, ബി ഓൺ 0 കൊടുക്കുമ്പോൾ എ വരും. ഇനി നമ്മൾ മറ്റേത് നോക്കണമെന്നില്ല, 1 നോക്കണമെന്നില്ല. ഇത് കിട്ടുമ്പോൾ തന്നെ എന്താണ്, മാർക്ക്ഡ് അല്ലേ, എഫ് എ എന്നുള്ള സെല്ല് മാർക്ക്ഡ് ആണ്. സോ എഫ് ബി എന്നുള്ള സെല്ല് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എഫ് എ മാർക്ക്ഡ് ആയതുകൊണ്ട് എഫ് ബി നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 4 സെല്ലാണ് അൺമാർക്ക്ഡ് ആയിട്ടുള്ളൂ. ഈ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ഒരു ഇറ്ററേഷനേ ആയിട്ടുള്ളൂ. ഇങ്ങനെ മൾട്ടിപ്പിൾ ഇറ്ററേഷൻസ് നമ്മൾ ചെയ്യണം. അപ്പൊ അടുത്ത ഇറ്ററേഷനിൽ വീണ്ടും നമ്മൾ ഇനിയുള്ള 4 സെല്ല് ഉണ്ടല്ലോ, അതിനെ ഒന്നുകൂടെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ശരിക്കും അതും കൂടെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ
ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നില്ല, സെയിം തന്നെയാണ് കിട്ടുക, ഇത് തന്നെ റിപ്പീറ്റ് ആവുക ചെയ്യുക. ഇനി ഈ സെല്ലിൽ മാർക്കിങ് വരില്ല, അതുകൊണ്ട് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുവാണ്. ഇനി ഡയറക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇനി എല്ലാം മാർക്ക്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ DFA ആക്കി മാറ്റുക എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്യാന്നുള്ളതിന് മുമ്പ് നമുക്ക് അൺമാർക്ക്ഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഒന്ന് എടുത്തെഴുതണം. എന്നിട്ട് വേണം നമ്മൾ കമ്പൈൻ ചെയ്യാനായിട്ട് എല്ലാ പേഴ്സും. അപ്പോൾ ഇനി 4th സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഏതൊക്കെയാണ് അൺമാർക്ക്ഡ് ആയിട്ടുള്ള സെല്ലുകൾ എന്ന് വെച്ചാൽ അത് എടുത്തെഴുതാം. ഏതൊക്കെയാണ്? AB ഉണ്ട്, AB അല്ലെങ്കിൽ BA, AB എന്ന് എഴുതാം. പിന്നുള്ളത് CD അല്ലെങ്കിൽ DC. ഇനിയുള്ള സെല്ല് ഏതാണ്? EC, EC എന്ന് വരും. അടുത്തത് ED അല്ലെങ്കിൽ TE. ഇത്രയും സെല്ലുകളാണ് നമ്മുടെ അൺമാർക്ക്ഡ് ആയിട്ടുള്ളത്. ഇനി ഉള്ള പോർഷൻ നിങ്ങൾ വരച്ചെടുക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യത്തെ ഫിഗറിൽ ഈ അൺമാർക്ക്ഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യുകയാണ്. AB എന്നുള്ളൊരു പെയർ അൺമാർക്ക്ഡ് ആണ്, ആൻഡ് ദെൻ DC എന്നുള്ള പെയർ അൺമാർക്ക്ഡ് ആണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വരയ്ക്കണമെന്നില്ല. ദെൻ EC എന്നുള്ള പോർഷൻ അൺമാർക്ക്ഡ് ആണ്. പിന്നുള്ളത് ഏതാണ്? ED എന്നുള്ള പോർഷനും അൺമാർക്ക്ഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ CDE എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ കണക്റ്റഡ് ആണ്. C എന്ന് Dയിലേക്കുണ്ട്, D എന്ന് Eയിലേക്കുണ്ട്, E എന്ന് Cയിലേക്കുണ്ട്. ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ പോലെയാണ്. അപ്പൊ നമുക്ക് അതിനെ ഒറ്റ സെറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. AB എന്നുള്ളത് ഒരു സെറ്റ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടല്ലോ, DC, EC ആൻഡ് ED, അത് മൂന്നെണ്ണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. DC ഉണ്ട്, EC ഉണ്ട്, ആൻഡ് EDയും ഉണ്ട്. മൂന്നെണ്ണം ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒറ്റ സ്റ്റേറ്റ് ആയിട്ടാണ് എഴുതാൻ പറ്റും. നിങ്ങൾ നോക്കണം കേട്ടോ, ട്രാൻസിറ്റീവ് റിലേഷൻ പോലെയൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളത് ഒറ്റ സ്റ്റേറ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. എങ്ങനെ കൺസിഡർ ചെയ്യും? DCE എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റൊന്നായിട്ട്, അല്ലെങ്കിൽ CDE എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യുക. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് ആയിട്ട് കിട്ടും, CDE. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഗ്രൂപ്പ് ചെയ്തത്. ഇനി അത് എന്താണെന്ന് കൺഫ്യൂഷൻ ആവണ്ട, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ റൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗർ വരച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള F ഒന്നിലും പെടാതെ കിടക്കുമല്ലേ, അപ്പോൾ Fനെയും എടുക്കാം. ഇപ്പൊ നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളായി, ABCDEF എല്ലാം ആയില്ലേ. ഇനി നമ്മൾ മാർക്ക് ചെയ്യാം. എക്കും ബിക്കും 0 കൊടുത്താൽ ഇങ്ങോട്ടേക്കാണ്, എക്ക് 0 കൊടുത്താൽ ബി, ബിക്ക് 0 കൊടുത്താൽ എ. അപ്പോൾ ആ പെയർ തന്നെയാണ്. സോ അങ്ങോട്ടേക്കും റൗണ്ടഡ് ആരോ വെച്ച് മാർക്ക് ചെയ്തു. ദെൻ എക്ക് 1 കൊടുത്താൽ സി ആണ്, ബിക്ക് 1 കൊടുത്താൽ ഡി ആണ്. അപ്പോൾ അടുത്ത സെറ്റിലേക്കല്ലേ പോവുക? ബിക്ക് 1 കൊടുത്താൽ ഡി, എക്ക് 1 കൊടുത്താൽ സി. അപ്പോൾ ആ പെയറിലേക്ക് പോയി, അതുകൊണ്ട് അവിടെ 1 എന്ന് മാർക്ക് ചെയ്ത് അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി അടുത്തത് CDE ആണ്. സിക്ക് 0 കൊടുത്താൽ എഫ് ആണ്, ഇക്ക് 0 കൊടുത്താലും സിക്ക് 0 കൊടുത്താൽ ഇ ആണ്, ഡിക്ക് 0 കൊടുത്താൽ ഇ ആണ്, ഇക്ക് 0 കൊടുത്താൽ ഇ ആണ്. സോ അങ്ങോട്ടേക്കും റൗണ്ടർ ആരോ വെച്ച് മാർക്ക് ചെയ്തു. ദെൻ CDEക്ക് 1 കൊടുത്താൽ ഇങ്ങോട്ടേക്ക് എഫിലേക്കാണ്, 3നും 1 കൊടുത്താൽ എഫിലേക്കാണ് പോണേ. സോ അത് മാർക്ക് ചെയ്തു. സിക്ക് 1 കൊടുത്താൽ എഫ്, ഇക്ക് 1 കൊടുത്താൽ എഫ്, ആൻഡ് ഡിക്ക് 1 കൊടുത്താൽ എഫ്. സോ അത് മാർക്ക് ചെയ്തു. ഇനി എഫിന് അതിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി. എഫിന് 0യും 1ഉം കൊടുത്താൽ എഫിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ മിനിമൈസ്ഡ് DFA ആയി. നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ടായിരുന്നു? ആദ്യം 6 സ്റ്റേറ്റുള്ള DFA ആയിരുന്നു. ഇപ്പൊ നമുക്ക് 3 സ്റ്റേറ്റുള്ള മിനിമൈസ്ഡ് DFA കിട്ടി. നമ്മളതിൽ കുറെ സ്റ്റേറ്റ്സ് കമ്പൈൻ ചെയ്തു, എന്നിട്ടാണ് അത് ചെയ്തിരിക്കണേ. ഇപ്പൊ നമ്മുടെ മിനിമൈസ്ഡ് DFA ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്.